കഴിഞ്ഞ കുറേ നാളുകളായി ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും എന്ന് തിരിച്ചെത്തുമെന്ന്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിനായി 2024 ജൂൺ 5-നാണ് ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരാണ് ഈ പേടകത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പേടകത്തിന് ഉണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും കാരണം സുനിതയ്ക്കും വിൽമോറിനും ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വരികയാണ്. അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ 6 മാസത്തിലേറെയായി ഇരുവരും കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോഴിതാ ഇരുവരുടെയും മടങ്ങിവരവ് വീണ്ടും വൈകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നാസ. 2025 മാർച്ച് മാസം അവസാനം വരെ ഇരുവരും ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വരും എന്നാണ് നാസ പറയുന്നത്. മാത്രവുമല്ല, മാർച്ച് അവസാനത്തോടെ മാത്രമേ തിരിച്ചെത്തിക്കൽ ദൗത്യം എപ്പോൾ പൂർത്തിയാക്കാനാകും എന്നതിലും വ്യക്തത കൈവരൂ. 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂളിൽ ഇരുവരെയും തിരികെ എത്തിക്കാനായിരുന്നു നാസയുടെ പ്ലാൻ. ഇതിനായി സഞ്ചാരികൾ ഇല്ലാതെ സ്റ്റാർലൈനർ എന്ന പേടകം തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ ചില തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റാർലൈനറിൽ തിരികെ എത്തുന്നത് സുരക്ഷിതമല്ല എന്ന് നാസ വിലയിരുത്തി. പുതിയ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സൂളിനുള്ള തയ്യാറെടുപ്പുകൾക്ക് കാലതാമസം ഉണ്ടാകും എന്നാണ് നാസ പറയുന്നത്. ഒരു പുതിയ ബഹിരാകാശ പേടകത്തിൻ്റെ നിർമ്മാണം, അസംബ്ലി, ടെസ്റ്റിംഗ്, സംയോജനം എന്നിവ വളരെ ശ്രമകരമാണ്. അത് വിശദമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാം മേധാവി സ്റ്റീവ് സ്റ്റിച്ച് പറയുന്നത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ ആൻ മക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, റഷ്യൻ ബഹിരാകാശ സഞ്ചാരി കിറിൽ പെസ്കോവ്, ജാപ്പനീസ് ബഹിരാകാശ സഞ്ചാരി തക്കുയ ഒനിഷി എന്നിവർ പുതിയ ദൗത്യത്തിൻ്റെ ഭാഗമാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ISSലെ ദൗത്യങ്ങൾ സാധാരണയായി 6 മാസം നീണ്ടു നിൽക്കാറുണ്ട് എന്നും സ്റ്റീവ് സ്റ്റിച്ച് പറയുന്നു. ഇതിനിടെ സുനിത വില്യംസും സഹയാത്രികരും വെക്കേഷൻ മൂഡിൽ ഉള്ള ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടിട്ടുണ്ട്. ബഹിരാകാശത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ആണ് പുറത്തുവിട്ടത്. നേരത്തെ ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഡോക്ടർമാർ രംഗത്ത് വന്നിരുന്നു. ബഹിരാകാശ നിലയത്തിൽ നിന്നും പുറത്തു വന്ന ചിത്രങ്ങളിൽ മെലിഞ്ഞ് കവിളുകൾ ഒട്ടി ക്ഷീണിതയായ നിലയിൽ ആണ് സുനിതയെ കണ്ടിരുന്നത്. സുദീർഘമായ ബഹിരാകാശവാസത്തിൽ സുനിത പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് കരുതാനാകില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഭക്ഷണം വളരെ കുറച്ച് മാത്രം കഴിക്കുന്നതിനെ തുടർന്നാണ് കവിളുകൾ ഇത്തരത്തിൽ ഒട്ടിപ്പോകുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ബഹിരാകാശത്ത് കഴിയുമ്പോൾ ഭൂമിയിൽ ഉള്ളപ്പോൾ കഴിക്കുന്ന അളവിൽ ഭക്ഷണം കഴിക്കുക സാധ്യമല്ല. ബഹിരാകാശത്ത് ഗുരുത്വബലം ഇല്ലാത്തതിനാൽ ശരീരത്തിന് സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ഊർജം ആവശ്യമായി വരും. ഊർജനഷ്ടം ഒഴിവാക്കുന്നതിനായി ബഹിരാകാശ യാത്രികർ പൊതുവെ വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് ആഹാരം കഴിക്കുന്നത്. ഭക്ഷണം കുറയ്ക്കുന്നതിന് പുറമെ പേശികളുടെ ആരോഗ്യം നിലനിർത്താനും എല്ലുകളുടെ സംരക്ഷണത്തിനുമായി ദിവസം 2.5 മണിക്കൂറിൽ കുറയാതെ ഇവർ വ്യായാമവും ചെയ്യും. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ശരീരം ക്ഷീണിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം അപകടാവസ്ഥയിലാണ് എന്ന് പറയാൻ കഴിയില്ല എന്നും ഡോക്ടർമാർ കൂട്ടിച്ചേർത്തു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നും കഴിഞ്ഞ ഒക്ടോബർ 29-ന് മടങ്ങിയെത്തിയ 4 ബഹിരാകാശ സഞ്ചാരികളെ നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. തുടർച്ചയായി 200 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞതിന് പിന്നാലെ ഇവരിൽ ഒരാൾക്ക് കടുത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഇതുപോലുള്ള പ്രതിസന്ധികൾ തിരിച്ചെത്തുന്ന സുനിതയും നേരിട്ടേക്കാം എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ സുനിത തൻ്റെ പിറന്നാൾ ആഘോഷിച്ചതും ബഹിരാകാശത്തായിരുന്നു. സുനിത വില്യംസും ബുച്ച് വിൽമോറും US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്തിരുന്നു കൊണ്ട് വോട്ടും രേഖപ്പെടുത്തി. നമുക്ക് കാത്തിരിക്കാം ഇരുവരുടെയും തിരിച്ചുവരവിനായി.